ഹായ്, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BTSTനെ കുറിച്ചാണ്. ട്രേഡിങ്ങിനെ കുറിച്ചുള്ള സംബന്ധമായ ഒരു ടെർമിനോളജി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചുരുക്കരൂപം എന്ന് പറയാം. BTST അതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ടുഡേ സെൽ ടുമാറോ എന്നാണ്. സെൽ ടുമാറോ എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും അതങ്ങനെയല്ല. അതായത് നമുക്ക് 5 ദിവസത്തിൻ്റെ സമയം കിട്ടും. അതായത് ഇന്ന് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസമാണ്, അല്ലെങ്കിൽ 5 ദിവസം നമുക്കത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാം. അത് പൂർണ്ണമായിട്ടും മനസ്സിലാവണമെങ്കിൽ ഞാൻ വേറൊരു ഇത് കൂടി പറയാം. സ്ക്രിപ്പ് മാർജിൻ എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രിപ്പ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്ക്രിപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക്, അത്രേ ഉള്ളൂ. പല സ്റ്റോക്കുകൾക്കും സ്ക്രിപ്പ് മാർജിൻ എന്നുള്ള ഡിഫറൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ചിലതിന് 15% ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സ്ക്രീൻ കാണുന്ന ജിയോജിത്തിൻ്റെ മൊബൈൽ ആപ്പാണ്, മറ്റേ സെൽഫി. ഈ സ്ക്രിപ്പ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മൾട്ടി വ്യൂ എടുത്ത് സെക്യൂരിറ്റി ഇൻഫോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇത് കണ്ട സ്ക്രിപ്പ് മാർജിൻ കാണാണ്ട 15%. അപ്പോൾ ആ 15%ൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു 5,000 അല്ല, വലുതാവട്ടെ, ഒരു 20,000 രൂപയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ സാധാരണ ക്യാഷിലൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 വെച്ചുള്ള കളിയായിരിക്കും നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് പറ്റാവുന്ന ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ബൈ 15%. മനസ്സിലായേ? അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതായത് 20,000 ഡിവൈഡഡ് ബൈ 15% എന്ന് പറയുമ്പോൾ 0.15. അതായത് 1,33,333 രൂപ കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. മനസ്സിലായോ? ഇത് നമ്മൾ മറ്റേ ബ്രോക്കർ, അതായത് ജിയോജിത്ത് അല്ലെങ്കിൽ അതുപോലെ ബ്രോക്കറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇൻറ്റു 5 ചെയ്യാൻ പറ്റും, ഇൻറ്റു 7 ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇതും മറ്റേതായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്കിപ്പോൾ പറഞ്ഞ 20,000 രൂപ കൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ BTSTയിൽ ഇതിനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് നമുക്ക് ഈ സ്ക്രിപ്റ്റ് മാർജിൻ ഉപയോഗിക്കാം. അതായത് 20,000 ഉള്ളെങ്കിലും 1,33,000 രൂപയ്ക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ 1,33,000 രൂപയിൽ നിന്ന് 20,000 മാത്രമേ നമ്മുടെ ഉള്ളൂ, ബാക്കിയൊക്കെ ബ്രോക്കർ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 5 ദിവസത്തിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ദിവസം അവർ സമ്മതിക്കും ഇത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ. 5ാമത്തെ ദിവസം അവർക്ക് പൈസ തിരിച്ചു വേണം. മനസ്സിലായില്ലേ? അവർ നമ്മൾ കടമായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ബ്രോക്കറുടെ നിന്ന്. അപ്പോൾ ഈ വാങ്ങിയ പൈസ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളായിട്ട് തിരിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഒന്നല്ലെങ്കിൽ ക്യാഷ് സ്ക്രിപ്പായിട്ട് കൺവേർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ഫീസ് എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യുക. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടില്ല. അപ്പോൾ 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസം അവരെന്ത് ചെയ്യും? ഇത് നമ്മളെ ചോദിക്കാനും പറയാനും നിൽക്കില്ല, അങ്ങ് സെല്ല് ചെയ്യും. അവരങ്ങ് ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അതുവഴി അവരുടെ പൈസ തിരിച്ചു കിട്ടും. എന്നിട്ടും നമുക്കിപ്പോൾ നഷ്ടത്തിലായിരുന്നു നിൽക്കണമെങ്കിൽ എന്നിട്ടും ബാക്കിയുള്ളത് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് എടുക്കുമായിരിക്കും എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അതല്ലെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് എടുക്കുമായിരിക്കും. ഓക്കെ, ഇതാണ് അതിലത്തെ റിസ്ക് ഉള്ളത്. പിന്നെ ഇതിൽ നമുക്ക് ഈ BTSTയിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇതിൽ ലാഭവും നഷ്ടത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 1,33,000 കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആ എഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ 1,33,000 അല്ലെങ്കിൽ 1,00,000 എന്ന് വിചാരിക്കുക. 1,00,000 ഇപ്പോൾ 2% നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ 2,000 രൂപ നമുക്ക് കിട്ടും പ്രോഫിറ്റ്. അപ്പോൾ 2% നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,000 രൂപ പോവുകയും ചെയ്യും കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 നിന്നാണ് നമ്മുടെ 2,000 രൂപ പോകുന്നത്. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ കടം വാങ്ങിയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എന്താ പറയുക, സ്ക്രിപ്റ്റ് മാർജിൻ ഉപയോഗിച്ച്
നമ്മൾ ലീവറേജ് എന്ന് പറയും കേട്ടോ. അങ്ങനെ ലീവറേജ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഒരു 10% അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ നഷ്ടമായിരിക്കും. ഇപ്പോൾ 10%, 1,00,000-ൻ്റെ 10% 10,000 രൂപയാണ്. പക്ഷേ നമ്മൾ 20,000 വെച്ച് 20,000 ഇപ്പോൾ 1,00,000 എന്ന് പറയുമ്പോൾ 20,000 അല്ല, കുറച്ചും കൂടി കുറയും. അപ്പോൾ അതിൽ നിന്നാണ് ആ 10% എന്ന് പറഞ്ഞാൽ 10,000 രൂപ. അപ്പോൾ നമ്മളൊരു 15,000 രൂപയാണ് 1,00,000-ത്തിനെങ്കിൽ 15,000 രൂപ കുറഞ്ഞ് നമ്മളെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമായിരിക്കും. ബാക്കി 5,000 രൂപ നമ്മുടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ BTSനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. അതായത് 5 ദിവസത്തിൻ്റെ സമയം നമുക്കുണ്ടാവും. അത് ഈ ലീവറേജ് ഉപയോഗിച്ച് ഇപ്പോൾ 15% എന്നുള്ളത് ഇപ്പോൾ എക്സൈഡ് ഇൻഡസ്ട്രിയുടെ 15%, ചിലപ്പോൾ വേറെ ചിലതിന് 75%, അങ്ങനെ പലതരത്തിലുണ്ട്. ചിലത് 100%. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 രൂപ ഉണ്ടെങ്കിൽ 20,000 രൂപ കൊണ്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് BTSനെ കുറിച്ച് എനിക്ക് ഷെയർ ചെയ്യാനുള്ള കുറച്ച് ഇൻഫർമേഷൻ കയ്യിലുള്ളത്. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.